iPhone XS ആണ്, ഫോൺ ഓൺ ആവുന്നില്ല. അപ്പോൾ അത് മെയിൻ ബോർഡിൽ ഷോർട്ട് ചെയ്യുന്നത് സ്റ്റെൻസിൽ റീബോൾ ചെയ്യുന്ന സ്റ്റെൻസിലാണ്. അപ്പോൾ റീബോളിങ് നമ്മൾ ഇത് ചെയ്യുക, എന്നിട്ട് നമ്മൾ മെഷീൻ ഹീറ്റ് ചെയ്യുന്ന, നമ്മൾ ബ്ലോവർ ഉപയോഗിക്കേണ്ട, അതായത് ഹീറ്റിംഗ് മെഷീനിൽ വെച്ച് സെറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ അത് ലോവർ ബോർഡ് അതിൽ കണക്ട് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ മെയിൻ ബോർഡിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുക. ഫോണ് ഡെഡിടണം, ഓൺ ആവുന്നുണ്ടായില്ല. അത് വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് പൊസിഷനിൽ വെക്കുക. മെയിൻ ബോർഡ് കറക്റ്റ് ലോവർ ബോർഡിൽ കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് ഫ്ലെക്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെക്കുക. ശേഷം അത് ഓണാക്കുക. ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് ഓണാക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി ഹീറ്റായി കറക്റ്റായിട്ട് ഇരുന്നോളൂ. നമ്മൾ അങ്ങനെ അനക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കുക. അത് കറക്റ്റായി ഹീറ്റായിട്ട് ഇരുന്നതിന് ശേഷം മാത്രം, അല്ലാതെ അനക്കരുത്. ഓക്കെ, അനക്കി കൊടുക്കേണ്ട ആവശ്യത്തിലില്ല. അത് ഓട്ടോമാറ്റിക്കായി സെറ്റായിട്ട് ഇരുന്നോളൂ. കറക്റ്റ് പൊസിഷനിൽ വന്നാൽ ഇതിൽ അലാർട്ട് അടിക്കും. അപ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ മെഷീനിൽ നിന്ന് ആ ഹീറ്റിംഗ് സെപ്പറേറ്ററിൽ നിന്ന് എടുത്തിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, എല്ലാ മൊബൈൽ ഫോണും റിപ്പയറിങ് ചെയ്യും പറയുന്ന പോലെ തന്നെ വർക്ക് പെർഫെക്റ്റായിട്ട് ചെയ്ത് ക്ലിയറാക്കി തരുന്നതാണ്. വാട്ടർ ഡാമേജ്, ഡഡ്, മറ്റ് ഷോപ്പുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഫോണുകൾ, ചെയ്യാൻ പറ്റുന്ന ഫോണുകളാണെങ്കിൽ നമ്മൾ ചെയ്തു തരും. ഓക്കെ, ഹീറ്റ് ഒക്കെ സെറ്റായതിന് ശേഷം നമ്മളത് അതൊന്ന് എടുക്കുക. അതിൽ കാരണം അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുക. അതൊന്ന് ഹീറ്റൊക്കെ മാറി വരാൻ ടൈമൊക്കെ എടുക്കണമെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ നേരെ ശ്രദ്ധിച്ചിട്ടത് എല്ലാം എടുക്കുക. കുറച്ച് ടൈറ്റ് ഉണ്ട്, അപ്പോൾ അത് ശ്രദ്ധിച്ച് എല്ലാം എടുത്ത് പുറത്ത് വെച്ചാൽ മതി, അനക്കാതെ. ഓക്കെ, ശേഷം നമുക്ക് ഒന്ന് ഹീറ്റ് മാറിയതിന് ശേഷം മാത്രം ബോർഡിൽ കണക്ട് ചെയ്തിട്ട് ഓണാക്കി നോക്കാം, വർക്ക് സക്സസ് ആണോ ഇതാണ്. അപ്പോൾ മൊബൈൽ ഫോൺ റിപ്പയറിങ്ങിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യുക, ചാനലായിട്ട് ബന്ധപ്പെടുക, കമൻറ്റ് ചെയ്യുക. മൊബൈൽ നമ്പറുണ്ട്, അതെടുത്ത് നിങ്ങൾക്ക് വിളിക്കുക. ഏത് മൊബൈലും റെഡിയാക്കും. വെള്ളത്തിൽ വീണത്, വാട്ടർ ഡാമേജുകൾ, ഡഡ്, ഷോർട്ട്, ഡിസ്പ്ലേ മാറ്റുക, ഒറിജിനൽ ഡിസ്പ്ലേകൾ ഒക്കെ അവൈലബിളാണ്. കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓണാക്കി നോക്കാം. സ്ട്രിപ്പ് കണക്ട് ചെയ്ത് ഡിസ്പ്ലേ സ്ട്രിപ്പ്, ടച്ചിൻ്റെ സ്ട്രിപ്പ് ഇട്ട് ബാറ്ററി ഫിറ്റ് ചെയ്യുക. ബാറ്ററി കണക്ടർ പ്രസ് ചെയ്യുക. ശേഷം ഓണാക്കിയിട്ട് നോക്കാം. ഓക്കെ, ഓണായിട്ട് വന്നിട്ടുണ്ട്. ഓണായി വന്നു. ടച്ച് നമ്മുടെ ലോവർ ബോർഡായിട്ട് അത് മെയിൻ ബോർഡായി കണക്റ്റഡ് ആവണം. എന്നാൽ മാത്രമേ ടച്ച് വർക്ക് ആവത്തുള്ളൂ. ടച്ച് വർക്കിംഗ് ആണോ എന്നും കൂടി നോക്കാം. ഓക്കെ, ഓക്കെ, ടച്ചും ഓക്കെയാണ്. അത് ലോവർ ബോർഡ് കണക്റ്റ് കറക്റ്റായിട്ട് ഫിറ്റ് ആയാലാണ് ടച്ച് പാഡ് വർക്ക് ആവത്തുള്ളൂ.